വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ ലൈവ് അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ രാത്രിയില്ല, ഇന്ന് പകൽ നടന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ നമ്മൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് അവസാനം കണ്ടപ്പോൾ ആര്യനെയും റെനയും തമ്മിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഏകദേശം അതുപോലെയൊക്കെ തന്നെയായിരുന്നു ലൈവിൽ കാണിച്ചത്. അതായത് ആര്യൻ വാഷ്റൂമിൽ പോയിരുന്ന സമയത്ത് അവിടെ ജിസേലും ഇല്ലായിരുന്നു. നിവിൻ കയറി ആര്യൻ്റെ ബെഡിലേക്ക് കിടന്നു. എന്നിട്ട് ആര്യൻ തിരിച്ചു വരാൻ നേരത്ത് നിവിൻ്റെ അടുത്ത് ഒരു ചവിട്ടിയിട്ട് പറയണ്ട മാറണ്ട, എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നിവിൻ അവിടെ നിന്ന് മാറുന്നില്ല. പിന്നീട് ആര്യൻ ഒരു പ്രാവശ്യം കൂടി നിവിനോട് പറയുന്നു. നിവിൻ അവിടെ കേൾക്കുന്നില്ല, അവിടെ തന്നെ കിടക്കുന്നത്. സോ ആര്യൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് മാറി നിവിൻ്റെ ബെഡിൽ പോയി കമന്ന് കിടക്കും. ഈ സമയത്ത് നിവിൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അനുവിൻ്റെ ബെഡിൽ പോയി കിടക്കും. ഇത് കണ്ടുകൊണ്ട് ആര്യൻ അവിടെ നിന്ന് എണീക്കും. ആര്യൻ എണീറ്റ് അവൻ്റെ ബെഡിൽ കിടക്കാൻ വരുന്ന സമയത്ത് റെന ഓടിച്ചെന്ന് അവൻ്റെ ബെഡിൽ അങ്ങ് കയറി കിടക്കും. അപ്പോൾ അവ ഇത് കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. പൊട്ട സ്വഭാവമാണെന്നൊന്നും ഒന്നും ചിന്തിക്കാതെ അവ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി ഇങ്ങനെ അപ്പോഴത്തേക്ക് കിടക്കാനായിട്ട് അതുപോലെ പോയപ്പോഴത്തേക്ക് റെന പെട്ടെന്ന് അവിടെ നിന്ന് എണീച്ചങ്ങ് പോയി. അപ്പോഴത്തേക്ക് അവൾക്ക് ആ കുട്ടിക്ക് അത് പേടിച്ച് പോയി നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. എന്നാൽ ഈ ആര്യൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവ അവിടെ തന്നെ കിടക്കുന്നത് ജിസയിൽ വന്ന് അവർ തമ്മിൽ എന്തോ സംസാരിച്ചങ്ങ് കിടക്കുന്നു. പിന്നെ ആര്യൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ റെന ബിന്നിയുടെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബിന്നി ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. നിവിനും ഇതെല്ലാം കണ്ടിരുന്നു. അപ്പോൾ ബിന്നി ഇത് കണ്ടിട്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. റെനയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ചോദിക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയും മൈക്ക് ധരിക്കാൻ പറയും. ഈ സമയത്ത് ആര്യൻ അവരോട് അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ രണ്ടും എന്താ ഇത്ര സംസാരിക്കുന്നതെന്ന് അവൻ ലൈവിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു. അവനിത് മനസ്സിലായില്ല, അവൻ ചെയ്തൊരു തെറ്റെന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഈ സമയത്ത് ബിന്നി റെനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് റെന പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ അവൾ പേടിച്ച് പോയി. എന്നിട്ട് റെന അങ്ങനെ ബിന്നി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടപ്പോൾ അത് മോശമായിട്ട് തോന്നി, അവൻ ചെയ്തൊരു തെറ്റായിട്ട് തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റെന പറയുന്നുണ്ട് അവൾ പേടിച്ച് പോയി, അവൻ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അപ്പോഴേ സമയത്ത് ബിന്നി പറയുന്നുണ്ട് അവനല്ലെങ്കിൽ നിൻ്റെ അടുത്ത് മാറിക്കിടക്കാൻ പറഞ്ഞുകൂടായിരുന്നോ, ഇതിൻ്റെ അടുത്ത് അവൻ അങ്ങനെ പറഞ്ഞില്ല, നിൻ്റെ അടുത്ത് എന്താ അങ്ങനെ പറയാഞ്ഞേ, എന്തായാലും ഇത് നല്ലോണം നീ ഇന്ന് നല്ല രീതിയിൽ ആലോചിച്ചിട്ട് നമുക്ക് നാളെ ഇത് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റെന പറയുന്നുണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ബിന്നി എടുത്ത് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അതേപോലെ നിൽക്കുന്നത്. പിന്നീട് ഈ റെന കുറച്ചും കൂടി ഈ പുറത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങ് ടെൻഷനായി പോകുന്നു. കാരണം ഇത് പുറത്ത് ഏത് രീതിയിൽ എടുക്കും, അവളെ ബോയ് ഫ്രണ്ട് കണ്ട പ്രശ്നമല്ല ആ രീതിയിൽ കണ്ടിട്ട് ചിന്തിച്ച് ആ കുട്ടി കരയുന്നൊക്കെ ഉണ്ട്. ബിന്നിയും അതിൻ്റെ കൂടെ നിന്ന് ഓരോന്ന് പറയുന്നു. ബിന്നിയും ഇത്തിരി കണ്ടിട്ട് ഒരു റെനയ്ക്ക് ഇത്തിക്കൂടി ഒരു നെഗറ്റീവ് ആവാൻ ചാൻസ് ബിന്നിയുടെ ഒരു സംസാരത്തിൽ കൂടിയാണെന്ന് തോന്നുന്നു. ചെറുതായിട്ടൊരു കുത്തിത്തിരിപ്പൊക്കെ പോലെ തോന്നിയ എപ്പിസോഡ് കണ്ടപ്പോൾ ഇവിടെ റെനയുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റെന്ന് പറയുന്നത് റെന ആര്യൻ്റെ ബെഡിലേക്കാണ് പോയി കിടന്നത്. അവളുടെ അടുത്തിട്ട് ആര്യം വരെയില്ലായിരുന്നു. പക്ഷേ ആര്യം ചെയ്തൊരു വലിയ തെറ്റാണ്. കാരണം എത്രയൊക്കെ പറഞ്ഞാൽ ആ കുട്ടി ഒരു കൊച്ചു കുട്ടിയാണ്, അവളെ പേടിച്ചു പോയി കാണും. അവന് ആ ഒരു ചിന്തിക്കാനുള്ളൊരു വകതിരിവൊന്നും ഇല്ലാത്ത തരത്തിൽ പെട്ടെന്ന് കയറി ഇങ്ങനെ കിടക്കാൻ പോയപ്പോൾ ആ കുട്ടി നന്നായി പേടിച്ചു പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. രാത്രി അനു ഇങ്ങനെ ഒരുപാട് പറയുമ്പോൾ അനു അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടക്കുന്നു. സോ ഇന്ന് രാവിലത്തെ ലൈവിൽ തന്നെ നമ്മൾ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ആദ്യം തന്നെ റെന ഇത് നൂറയോട് പറയുന്നു. അപ്പോൾ നൂറ ചോദിച്ചു അവൻ മനഃപൂർവ്വം കയറി കിടന്നതാണ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് റെന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നൂറ വരെ എന്തും ചെയ്യാനുള്ള അധികാരമൊന്നും ആർക്കും ഇല്ലല്ലോ, ഇതൊക്കെ ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് പലരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഷാനവാസിൻ്റെ അടുത്ത് ഇത് ആദിലയും നൂറയും പറയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട് അതൊന്നും ചോദിക്കണ്ട, അതൊക്കെ വലിയ ആവണ്ടെന്ന് ആദ്യം പറയും. പിന്നീട് പറയുന്നുണ്ട് ഈ ചെറുക്ക് ഇങ്ങനെ കയറി കിടന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ട് അത് അവൻ അല്ലെങ്കിൽ ഇങ്ങനെയാ അന്ന് ഒരു പുച്ഛഭാവോ എന്നൊക്കെ ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നീട് കുറേ കഴിഞ്ഞും കാണിക്കുന്നത് നമ്മൾ റെന ചെന്ന് ആര്യനോട് ബാത്റൂം ഏരിയയിൽ വെച്ച് ഇതിങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്ക് ആര്യൻ ഇത് കത്തിയില്ല, അവൻ ആ ഒരു രീതി അങ്ങ് വിട്ടു. അവൻ പറഞ്ഞ് നീ മസ്താനിയുടെ ആ ഒരു രീതി ഇടിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അത് റെനയെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തു. അവൾ പറഞ്ഞു ഞാൻ മസ്താനിയുടെ അല്ല, എനിക്ക് നന്നായിട്ട് അത് കംഫർട്ടബിൾ അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആര്യനത് അറിയാമല്ലോ, പെട്ടെന്ന് ഹൈപ്പറായിട്ട് ഞാൻ നിന്നെ ആ രീതിയിലൊന്നും അല്ല തൊട്ട്, നീ എന്താ ഞാൻ നിൻ്റെ പേരത്ത് തൊട്ടത് പോലും ഇല്ല, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് പറയും. വലിയ രീതിയിൽ അങ്ങ് ഹൈപ്പറായി. അപ്പോൾ അത് ആ വീട്ടിലുള്ള എല്ലാവരും അറിയും. പിന്നീട് വീണ്ടും റെന കരയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറൊക്കെ പറയുന്നുണ്ട് നീ അവൻ്റെ ബെഡിലേട്ടല്ലേ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ പോയി. അപ്പോഴത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് അവ ഇങ്ങനെ കിടന്നുണ്ടപ്പോൾ ഞാൻ പേടിച്ച് പോയി, എനിക്ക് ഫിയറായി, പേടിച്ച് പോയി, അൺകംഫർട്ടബിളായിട്ട് തോന്നിയെന്ന് പറയും. അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ നിന്നെ അങ്ങനെയൊന്നുമല്ല, ചെലീസിൻ്റെ ഇടയിൽ ഒനിയിലൊക്കെ പറയുന്നുണ്ട് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അൺകംഫർട്ടബിൾ ആണ് എന്ന് പറയണമെങ്കിൽ അത് സോറി പറഞ്ഞ് തിരുത്തണം. പക്ഷെ അവൻ സോറി പറയാതെ അവൻ ഈഗോ വെച്ച് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ എന്തിനു സോറി പറയണം, ഞാൻ അവളെ ആ ഒരു രീതിയിൽ കണ്ടില്ല, ആ രീതിയിൽ ഒരു ഇൻറ്റൻഷനും എനിക്കില്ലായിരുന്നു എന്ന് പറയുന്നു.
അത് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ വേറൊരു തരത്തിലുള്ള ഇൻറ്റൻഷനിലൊന്നും അല്ല ആരും ചെന്ന് അങ്ങനെ കിടന്നത്. പക്ഷേ അവളെ ഒന്ന് പേടിപ്പിച്ച് അവിടെ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ അത് ആ കുട്ടിക്ക് ഹേർട്ടായി. അത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അത് റെനയുടെ ഭാഗത്ത് അവിടുത്തെ ശരി. അങ്ങനെ ഇത് പറയാം. ഒരുപാട് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ ബിന്നി കയറി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി കയറി സംസാരിച്ചപ്പോൾ ആരും ഒന്നും കൂടി ഹൈപ്പറായിട്ട് പറയും, നീ ഇതിൻ്റെ ഇടയിൽ കയറണ്ട, കുത്തിത്തിരിപ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അനീഷും കൂടി വന്ന് ആര്യന് ഒരുപാട് പറയുന്നു. ആര്യനും അനീഷും തമ്മിലുള്ള ഒരു ഇത് എല്ലാവർക്കും അറിയാൻ തന്നെ. അവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ക്ലാഷ് എപ്പോഴും ഉള്ളതാണ്. സോ ആര്യം കള്ളം പറയുക, ഇങ്ങനെ എൻ്റെ കൂടെ അനീഷാൻ്റെ ഇടയിൽ കുറേ ആര്യൻ്റെയും ഈ റെനയുടെയും പ്രശ്നത്തിൽ അനീഷും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെയും സംസാരം നേരില്ല. പിന്നീട് അവസാനം ആര്യം സോറി പറഞ്ഞു, ഞാൻ ഈ ചെയ്ത നിനക്ക് ഡിസ്കംഫർട്ടായിട്ട് തോന്നിയോ, അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഞാൻ എന്നോട് സോറി പറയാമെന്ന് പറയുമ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ടും പിന്നെ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ അവൾ ആ ഒരു ആക്ട് ചെയ്തത് തെറ്റാണെന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. സോ ആ പ്രശ്നം അവിടെ അങ്ങനെ അവസാനിച്ചു. പിന്നീട് ഇതിനെക്കുറിച്ച് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറയുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് അഭിലാഷ് പറയുന്നത് ഒരു 10-42 ദിവസം വരെയും ഇത്രയും നല്ല കൂട്ടായിട്ട് നിന്നു ഒരു ബെഡിലിരുന്ന് കഥകൾ പറഞ്ഞ് പുതപ്പിനടിയിൽ നിന്ന് സ്റ്റോറീസ് പറഞ്ഞ് ഇവരുടെ അത്രയും ഒരു ഇതുള്ളത് ഇപ്പോൾ ഈ ഒരു നിമിഷം വന്ന് കംഫർട്ടബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ അത് കണ്ടൻറ്റിന് വേണ്ടിയാണെന്ന് അഭിലാഷ് പറയുന്നു. ഒനിയിലും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആര്യൻ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ റേനെ മുമ്പ് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ അടി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞേക്ക് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ ആര്യൻ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു ഇൻറ്റൻഷൻ ചെയ്തല്ല. പിന്നീട് കാണിക്കുന്നത് നമ്മൾ അനുമോളെയാണ്. അനുമോളും അനീഷ് ബിന്നി ഇവർക്കൊക്കെ ഇപ്പോൾ ആര്യൻ്റെ കൂടെ നല്ല രീതിയിൽ ദേഷ്യമുള്ളവരാണ്. സോ ഇങ്ങനെ ഇവർക്കിടയിൽ ആ ഒരു പ്രശ്നം ഉണ്ടായത് ഇവരെല്ലാവരും നല്ല രീതിയിൽ ആര്യന് കിട്ടുന്നൊരു പണിയായിട്ടങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അനുമോൾ പണ്ടത്തെ പുതപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ. അതുപോലെ അവൻ എന്തിനാ അങ്ങനെ വന്ന് കിടന്നത്, ഒരു ബ്രദറാണെങ്കിൽ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കയറി കിടക്കുമോ, അത് അവൻ ഈ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദില നൂറ് പറയും, നീ അങ്ങനെയൊന്നും പറയരുത്, അവൻ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടെ അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് അനുവിനെ വഴക്ക് പറയുന്നുണ്ട്. അതായത് നീ എന്തിനാ ഇപ്പം അങ്ങനെ പറയുന്നത്, റെനയ്ക്ക് ഇങ്ങനെ ഒരു ലൈഫ് പുറത്തുണ്ട്, അതുപോലെ ഒരു ലൈഫ് ആര്യനും ഉണ്ട്, നീ അങ്ങനെ പറയരുതെന്ന്. അപ്പോഴത്തേക്ക് പിന്നീട് അവിടെ അനുവും ആദിലയും തമ്മിലുള്ള ഒരു വഴക്കായി. അനു പറയും, ഞാൻ ഈ വീട്ടിൽ ഇത്രയും നാൾ നിന്നിട്ടുണ്ട്, ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ആര്യൻ്റെ സ്വഭാവം എന്തിനാണെന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ എനിക്ക് പിന്നെ എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവൾക്ക് എന്തോ നെഗറ്റീവായിട്ട് തോന്നിയത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഇതിൻ്റെ ഇടയിൽ അവൻ ഡബിൾ മീനിങ്ങിൽ എന്തൊക്കെയോ പറയുന്നെന്ന് അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് ഇല്ല ഞാനതെവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കുന്നില്ല ആ തരത്തിലൊക്കെ അനുമോൾ പറയുന്നു. പിന്നീട് അവിടെ കുറച്ച് നേരം അനുമോളുടെ കുറച്ച് കരച്ചിലായിരുന്നു എന്തൊക്കെയാണ്. പിന്നെ ആദിലെ നൂറേയും അവരോടൊന്ന് പിന്നെ ഈ ഇടയ്ക്കിൽ ഹൗസിനുള്ളിൽ കുറച്ച് പേർ അങ്ങനെ ആര്യനെ അങ്ങനെ നെഗറ്റീവായിട്ട് അങ്ങനെ പറയുന്നില്ല എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അത്രയും ആയിരുന്നു. ഇതിൻ്റെ അക്ബർ പറയുന്നുണ്ട് ഇത് ആദ്യം തെറ്റു പറയേണ്ടത് റെനയായിരുന്നു. ആര്യനോട് അങ്ങനെ ഒരു പേടി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്തിനാ ആര്യൻ്റെ ബെഡിൽ പോയി കിടന്ന്, ഇപ്പോൾ ആര്യൻ അവളുടെ ബെഡിലാണ് വന്ന് ഇങ്ങനെ ചെയ്തതെങ്കിൽ നമുക്ക് കുറ്റം പറയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആര്യം കിടക്കുന്ന അടുത്ത് അവിടെ ചെന്ന് ഇവളല്ലേ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും ആര്യനെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ഈ കേസിൽ കണ്ടതുകൊണ്ട് ആര്യൻ്റെ ഇൻറ്റൻഷൻ മോശമാണെന്നാണ് അനു അവിടെ വീട്ടിൽ മൊത്തം പറയുന്നത്. പക്ഷേ ആര്യൻ്റെ അങ്ങനെ ഒരു ഇൻറ്റൻഷന് ആര്യനില്ലായിരുന്നു. ഇത് പക്ഷേ ആ ഒരു വെകിളി പിടിച്ച സ്വഭാവം എന്ന് വെച്ചാൽ എന്താ തോന്നുന്നത് അത് അതുപോലെ അങ്ങ് ചെയ്യുന്ന ഒരു സ്വഭാവമോ, ഗെയിമൊക്കെ നല്ലോണം കളിക്കും, ഒരു ക്രൂക്കഡായിട്ടുള്ളൊരു മൈൻഡൊന്നും അല്ല ഈ ആര്യൻ്റേത്. അവൻ എന്താ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യും. അതിൽ പൊട്ടത്തരം ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യാറില്ല, നെഗറ്റീവായിട്ട് അങ്ങനെ അധികം എടുക്കാറില്ല. അതുകൊണ്ട് കൂടുതൽ ചിന്തിക്കാതെ അങ്ങ് ചെയ്തൊരു പ്രവൃത്തിയാണ്. പക്ഷെ അത് മോശമായിപ്പോയി. അത് മറ്റേ റെന എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയല്ല, ആ കൊച്ചു പേടിച്ചു പോയപ്പോൾ ഇപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ വലിയൊരു ചർച്ചയാവും. ലാലേട്ടൻ്റെ എന്തായാലും ആര്യന് നല്ല രീതിയിലുള്ള ഒരു വഴക്ക് കിട്ടും.